ഇത്തവണ ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂല. എൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം കേരളത്തിൽ ആരും ചെയ്യൂല. അത്രയും ആത്മാർത്ഥമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സിൽവി ചേട്ടൻ ഇരിക്കുക, എന്താണ് പ്രശ്നം ഉണ്ടായത്, നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ? അതൊന്നുമല്ല, ഇത്തവണ ഞാൻ ചെയ്യൂല, ഞാൻ തീരുമാനിച്ചേക്കാണ്. ഞാൻ പിന്നെ കുറേ നേരം സംസാരിച്ചിട്ട് ഇയാളെ വീട്ടിലേക്ക് അകത്തേക്ക് വിളിച്ച് ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, എന്താണ് സിൽവി ചേട്ടന് ഉണ്ടായേക്കണ പ്രശ്നം? അപ്പം എന്നോട് അയാൾ സത്യം പറഞ്ഞ്, നിനക്കറിയാല എത്ര കാലമായി ഞാൻ ഈ ശ്വാസം മുട്ടായിട്ട് നടക്കണ്. എറണാകുളത്ത് ഇനി കാണാൻ ഡോക്ടറില്ല, മെഡിക്കൽ കോളേജ് ഇല്ല, സ്പെഷ്യലിസ്റ്റ് ഇല്ല, എല്ലായിടത്തും ഞാൻ ചികിത്സിച്ച് എനിക്കിതിനൊരു ആശ്വാസം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കോൺഗ്രസ്സിന് വേണ്ടി ഈ ആയുസ് പ്രവർത്തിച്ചിട്ട് എനിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ അതിനിപ്പോൾ എന്താണ്? ഇത്തവണ ഞാൻ BJPക്ക് വോട്ട് ചെയ്യും, മാറാത്തത് മാറുമെന്നാണ് അവർ തന്ന നോട്ടീസിലുള്ളതെന്ന്. കാരണം ഈ കേരളം മൊത്തമുള്ള ആശുപത്രിയിലൊക്കെ പോയിട്ട് ചികിത്സിച്ചിട്ട് ഞാൻ ജീവനുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചെയ്യാമെന്ന് എന്നോട് പറയുന്നത്.